നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ വിശദമായി പോവുകയാണ്. ആദ്യ വാർത്ത പന്തീരാങ്കാവിൽ നിന്നാണ്. രാഹുലിന്റെ കുടുംബവും പ്രതിക്കൂട്ടിൽ. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുൽ പി ഗോപാൽ ജർമ്മനിയിലെത്തിയെന്ന് സൂചന. രാഹുൽ പി ഗോപാലിനെ പിടികൂടാൻ കേരള പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടാൻ നീക്കം തുടങ്ങി. CBI വഴി ഇന്റർപോൾ സഹായം തേടി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ കത്തയച്ചു. രാഹുൽ ഗോപാലിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനും പോലീസ് നടപടി തുടങ്ങി. ദീപക് ധർമ്മടമുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. ദീപക്, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? എപ്പോൾ എത്തി രാഹുൽ ജർമ്മനിയിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദീപക്, എന്തൊക്കെയാണ് പോലീസിന്റെ നടപടികൾ? ഡോക്ടർ ഉന്മേഷ്, പോലീസിന്റെ നടപടി കടുപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഈ ഇന്റർപോളിന്റെ സഹായം തേടുന്നു. അതായത് രാജ്യം വിട്ട ഒരു പ്രതിയെ രാജ്യാന്തര ഉടമ്പടിയുടെ ഭാഗമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിക്രമം ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായി കേരള പോലീസിൻ്റെ നോഡൽ ഏജൻസിയായ ക്രൈംബ്രാഞ്ച് CBIക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ കത്ത് അയച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. CBI ആണ് ഈ ഇന്ത്യയിലെ ഇന്റർപോളിൻ്റെ നോഡൽ ഏജൻസി. അതുകൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ നടപടി പ്രകാരം സിംഗപ്പൂരിലെയും ജർമ്മനിയിലെയും പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക്, രാജ്യാന്തര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള നടപടിയിലേക്ക് കടക്കും. ഏതായാലും ഇന്റർപോൾ സഹായം തേടിക്കൊണ്ട് ഒരു രാജ്യാന്തര കുറ്റവാളി എന്നുള്ള നിലയിൽ കണക്കിലാക്കിക്കൊണ്ട് ഇയാളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നടപടിയിലേക്ക് കടക്കും. കാരണം രാജ്യം വിട്ട് ഒരു പ്രതി പോയി കഴിഞ്ഞാൽ, ഒരു ക്രിമിനൽ കേസിലെ പ്രതി പോയി കഴിഞ്ഞാൽ അയാളെ തിരിച്ച് ആ രാജ്യത്തിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ള നടപടിക്രമമാണ് ഇന്റർപോൾ നടത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാളുടെ സാമ്പത്തിക സ്രോതസ്, പ്രതി രാഹുൽ പി ഗോപാലിൻ്റെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്ക് പോലീസ് കടന്നു. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം, അതിൻ്റെ കത്തും അയച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ഏതായാലും ACP സാജു എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലേക്ക് കടന്നു. ഈ പ്രതിയുടെ സഞ്ചാരപാതയുടെ ദൃശ്യങ്ങൾ, വീട്ടിലെ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. സൈബർ സെല്ലിന് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് ഇന്ത്യക്കകത്തുള്ള ടവർ ലൊക്കേഷൻ എല്ലാം ലഭിച്ചു കഴിഞ്ഞു. ബംഗളൂരു വരെ ഉപയോഗിച്ച കാര്യങ്ങൾ കിട്ടിയെന്നുള്ളതാണ്. രാഹുലിനൊപ്പം മറ്റൊരു കൂട്ടാളി കൂടി ഈ സഞ്ചാരപാതയിൽ ഉണ്ട് എന്നുള്ള സംശയം കൂടി പോലീസിന്, അതിൻ്റെ സൂചനകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ നടപടിയിൽ മുന്നോട്ട് പോകുമെന്നും ശാസ്ത്രീയമായ കുറ്റാന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അല്പം മുൻപ് നോർത്ത് സോൺ IG-യുമായി സംസാരിച്ചപ്പോൾ K. സേതുരാമൻ അദ്ദേഹവും പറഞ്ഞത്. ഉന്മേഷ്. ശരി ദീപക്, ഏതായാലും ഇന്റർപോളിന്റെ സഹായത്തോടെ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ കോഴിക്കോട് സിറ്റി പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നുവെന്നാണ് ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ പെൺകുട്ടി നൽകിയ മൊഴിയിലുള്ളത് ഗുരുതര ആരോപണങ്ങൾ. പ്രതി രാഹുൽ പി ഗോപാൽ കൂടുതൽ സ്ത്രീധനം ചോദിച്ചെന്നും നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചെന്നും മൊഴിയിലുണ്ട്. രാഹുലിനായി വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു തുടങ്ങി. മാപ്പല്ല, നീതിയാണ് വേണ്ടതെന്ന് പെൺകുട്ടിയുടെ പിതാവ് 24-നോട് പറഞ്ഞു. അതിലിപ്പോൾ മാപ്പ് ചോദിച്ചതിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനമല്ലേ. കേവലം ഒരടിയോ അല്ലെങ്കിൽ ഒരു പിച്ചോ അല്ലല്ലോ. ഇത് വധിക്കാൻ വേണ്ടി ആണല്ലോ ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനം ചെയ്തത്. അതിൽ മാപ്പ് ചോദിച്ചതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. ഏതായാലും അവർ കുറ്റം സമ്മതിക്കുന്നതായിട്ടാണല്ലോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് ആ കുറ്റം ചെയ്തതിന് അവൻ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. വിനീത വിജിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിനീത, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്? ഈ മൊഴിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം വലിയ പീഡനമായിരുന്നു ഇത്? ഭർത്തൃ വീട്ടുകാർ ഏത് തരത്തിൽ ഇതിന് കൂട്ടുനിന്നു വിനീത? ഉന്മേഷ്, അതായത് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് അതിക്രൂരമായി തന്നെ മർദ്ദിച്ചുവെന്നാണ് ആ പെൺകുട്ടി ഇന്നലെ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വീട്ടുകാർ നിർബന്ധിച്ച് തന്നെ മദ്യം കുടിപ്പിച്ചുവെന്നും പെൺകുട്ടി മൊഴിയിൽ പറയുന്നുണ്ട്. സ്ത്രീധനം ആവശ്യപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ മർദ്ദനം നടന്നത്. ഒപ്പം തന്നെ ഇവരുടെ അമ്മയ്ക്കും, അതായത് ഈ പ്രതിയായ രാഹുലിന്റെ അമ്മയ്ക്കും ഈ കാര്യത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പല തവണയായി രാഹുലിന്റെ അമ്മയും ഈ സ്ത്രീധനം കുറഞ്ഞുപോയി, തന്റെ മകന് ഇതിൽ കൂടുതൽ സ്ത്രീധനം ലഭിക്കുമായിരുന്നു എന്ന തരത്തിലൊക്കെ തന്നെ തന്നോട് സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും ആ പെൺകുട്ടി മൊഴിയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അന്ന് രാത്രി ഈ മർദ്ദനം നടക്കുന്നതിന്റെ അതേ ദിവസം രാഹുലുമായി ഈ പെൺകുട്ടി ബീച്ചിൽ പോകുന്നു. അവിടെ വെച്ചും ഈ രാഹുലിന്റെ അമ്മ തന്നോട് കാര്യമായി സംസാരിക്കുന്നില്ല, ഇതിന് പെൺകുട്ടിയും കാര്യമായി മറുപടി നൽകുന്നില്ല എന്നൊക്കെ തരത്തിൽ രാഹുലും പെൺകുട്ടിയും തമ്മിൽ അത്തരം കാര്യങ്ങളിൽ അവിടെ വെച്ചൊരു തർക്കമുണ്ടാകുന്നു. തുടർന്ന് രാഹുൽ ആ പെൺകുട്ടിയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. അതേ ദിവസം രാവിലെ തന്നെ രാഹുലും അമ്മയും തമ്മിൽ ചില കാര്യങ്ങൾ, അവർ മുറിയിൽ കതകടച്ചിരുന്ന ചില കാര്യങ്ങൾ
ചർച്ച ചെയ്യുന്നു. എന്താണ് സംസാരിച്ചതെന്ന ചോദ്യത്തിന് നീ ഇതൊന്നും അറിയണ്ട എന്നാണ് രാഹുൽ മറുപടി നൽകിയിരുന്നത്. പക്ഷേ അന്ന് രാത്രിയാണ് താൻ ഈ ക്രൂരമർദ്ദനത്തിന് ഇരയാകുന്നതെന്നും ആ പെൺകുട്ടി പറയുന്നു. നമ്മൾ നേരിട്ട് ആ പെൺകുട്ടിയെ കണ്ടതാണ്. അവരുടെ ചെവിയിലും കഴുത്തിലും നെറ്റിയിലും ഒക്കെ ആ ക്രൂരമായി മർദ്ദനമേറ്റ പാടുകളുണ്ട്. തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ആ പെൺകുട്ടി പറയുന്നത്. ഈ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ മുറുക്കുമ്പോഴും താൻ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ മറ്റാളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആരും തന്നെ അത് തടയാനോ അതിൽ ഇടപെടാനോ പോലും മുന്നോട്ട് വന്നില്ല എന്നാണ് പറയുന്നത്. ഒപ്പം ഇന്ന് രാഹുലിന്റെ വീട്ടിൽ നിന്ന് സമാനമായിട്ടുള്ള രീതിയിലൊക്കെ ചില പ്രതികരണങ്ങൾ വന്നത്. രാഹുൽ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല എന്ന തരത്തിലൊക്കെയാണ് രാഹുലിന്റെ കുടുംബാംഗങ്ങൾ, അമ്മ ഉൾപ്പെടെ പ്രതികരിക്കുന്നത്. ഒപ്പം തന്നെ സ്ത്രീധനം ചോദിച്ച് അങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. തന്റെ മകന് വേണ്ടി താൻ മാപ്പ് ചോദിക്കുന്നു എന്നായിരുന്നു ആ അമ്മയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഈ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് തനിക്കിനി മാപ്പല്ല വേണ്ടത്, പകരം നീതിയാണ് വേണ്ടതെന്നാണ് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇന്ന് നമ്മളോട് പ്രതികരിച്ചത്. രാഹുൽ നേരത്തെ തന്നെ മറ്റൊരു വിവാഹം ചെയ്തിരുന്ന കാര്യം അത് ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്, ഈ രാഹുലിന്റെ അമ്മ ഉൾപ്പെടെ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ അറിയിച്ചിരുന്നതെന്നാണ്. പക്ഷെ അതൊക്കെ തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബവും ആ പെൺകുട്ടിയെ നിഷേധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ രാഹുലിനെതിരെ ആ നേരത്തെ വിവാഹം രജിസ്റ്റർ ചെയ്ത പെൺകുട്ടിയും പരാതിയുമായി ഈ ഘട്ടത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ആ മാരേജ് അത് ഡിവോഴ്സോ അല്ലെങ്കിൽ മറ്റ് നടപടികളോ മുന്നോട്ട് പോകാതെ ആ വിവാഹം നിയമപരമായി അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെയാണ് തന്റെ മകളെ രാഹുൽ വിവാഹം ചെയ്തതെന്നും ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഒരു തട്ടിപ്പ് വീരനാണ് രാഹുൽ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. തനിക്ക് നീതി ഉറപ്പാകണമെന്ന ആവശ്യം തന്നെയാണ് ആ പിതാവ് പറയുന്നത്. രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യവും അവർ വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. ശരി, കുടുംബത്തിന്റെ ഇടപെടലുകൾ, അതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ആരോപണങ്ങൾ, പരാതികൾ ഉയരുകയാണ്. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗുരുതര ചികിത്സാ പിഴവാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6ാം വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കുന്നതിനു പകരം നാവിൽ സർജറി ചെയ്തു. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയെയാണ് അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തത്. കുഞ്ഞിന്റെ നാക്കിലെ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് ആദ്യം ശ്രമിച്ചത് എന്നാണ് ഡോക്ടറുടെ വിശദീകരണം. പോലീസിൽ പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. സൂപ്രണ്ട് ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ഇനി ശേഷം ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി ഈ ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ഓല് പറഞ്ഞ കുട്ടി മാറിപ്പോയെന്നാണ് പറയുന്നത്. ഇത് കൈക്ക് ഒരു വിരൽ, ഒരു 6 വിരലുണ്ട് കുട്ടീന്റെ കൈക്ക്. കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാ, ഓപ്പോസിറ്റ് തിയേറ്ററിനുള്ളിലേക്ക് പോയതാ. പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീന്റെ നാവിന്റെ അവിടെ ചോര കണ്ട്. അപ്പോഴാണ് പെങ്ങൾ ചോദിക്കുന്നത് ഇതെന്താന്ന്. അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം തന്നെ ഓല അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. കൈക്ക് ചെയ്യേണ്ടത്, വിരലിന് ചെയ്യേണ്ടത് നാവിനാണ് ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓല് കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്തു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. കോഴിക്കോട് നിന്ന് രാഹുൽ, നേരത്തെ അവിടെ നടന്ന ഒരു ചികിത്സാ പിഴവുണ്ടായ സംഭവം നമ്മൾക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ഹർഷയെ നടത്തിയ സമരമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തവണ സംഭവിച്ചത് രാഹുൽ? ഉന്മേഷ്, ഹർഷീനയുടെ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് മറ്റൊരു കേസ് കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയെ ഇന്നലെ വൈകിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു സർജറി നിശ്ചയിച്ചിരുന്നത്. കൃത്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ ശസ്ത്രക്രിയക്കായി കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നു. അതിനുശേഷം ശസ്ത്രക്രിയ കഴിഞ്ഞ് കുട്ടിയെ പുറത്തിറക്കിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായി എന്നുള്ളത് അറിയുന്നത്. അതായത് കൈപ്പത്തിയിലെ 6ാമത്തെ വിരൽ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാനായിരുന്നു ഈ സർജറി പറഞ്ഞിരുന്നത്. പക്ഷേ സർജറി ചെയ്തത് നാവിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കുട്ടിയെ വാർഡിലേക്ക് മാറ്റിയപ്പോൾ ഈ കുടുംബം പറഞ്ഞ പോലെ തന്നെ നാക്കിൽ ചോര കാണുകയും നാവിൻ്റെ അടിയിൽ പഞ്ഞി ഉണ്ടാകുകയുമായിരുന്നു. അതിനുശേഷം കയ്യിലെ കെട്ടഴിച്ച് നോക്കിയപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന 6ാമത്തെ വിരൽ അതുപോലെ തന്നെ കൈപ്പത്തിയിലുണ്ടെന്നുള്ള കാര്യം കുടുംബം തിരിച്ചറിയുന്നത്. തുടർന്ന് നേഴ്സിനെ വിവരം അറിയിച്ചതോടെ വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി വീണ്ടും 2ാമത്തെ ശസ്ത്രക്രിയയിലൂടെ ഈ കുട്ടിയുടെ 6ാമത്തെ വിരൽ മാറ്റുകയായിരുന്നു. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നാവിൽ സർജറി ചെയ്തതിൻ്റെ ചില വേദനയും അതോടൊപ്പം കയ്യിൽ സർജറി ചെയ്തതിൻ്റെയും വേദനയാണ് ഉള്ളത്. ഇന്നോ നാളെയോ കുട്ടി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകും എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന മറ്റൊരു വിവരം. ഇതിൽ ചികിത്സാ പിഴവാണ് എടുത്തു പറയേണ്ടത്. ഡോക്ടർ ആദ്യം തന്നെ കുറ്റം സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകണ്ട എന്നുള്ളത് ആദ്യം കുടുംബം തീരുമാനിച്ചതാണ്. പക്ഷേ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഭയമുണ്ട്. ഭാവിയിൽ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകും
ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകാതെ പോകും. എന്തുകൊണ്ട് നേരത്തെ നിങ്ങൾ പരാതി നൽകിയില്ല എന്നുള്ള ചോദ്യം ഉയരും. അതുകൊണ്ടാണ് ആലോചിച്ച ശേഷം വീണ്ടും പരാതിയുമായി മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയത്. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് കോഴിക്കോട് സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകാനാണ് നിലവിൽ കുടുംബത്തിന്റെ തീരുമാനം. അതുകൊണ്ട് നിയമപരമായുള്ള നടപടികൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടിന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. ആദ്യഘട്ടം തന്നെ സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇതിനോടകം തന്നെ പുരോഗമിക്കുകയാണ്. ഡോക്ടറുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. രാഹുൽ, ഇപ്പോൾ ഈ കുട്ടി മാറിപ്പോയി എന്ന് അധികൃതർ ആദ്യം പറഞ്ഞതായി കുട്ടിയുടെ പിതാവ് തന്നെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കൃത്യമായി നടപടിക്രമങ്ങളുണ്ടല്ലോ, അതനുസരിച്ചാണല്ലോ ഇപ്പോൾ എന്തിനാണ് ഏതാവശ്യത്തിനാണ് ചികിത്സയ്ക്ക് എത്തിയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടല്ലോ, അത് രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ശസ്ത്രക്രിയ നടത്തേണ്ടത്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു രാഹുൽ? ഉന്മേഷ്, കുടുംബം ഈ ഘട്ടത്തിൽ പറയുന്നത്, അതായത് ഈ 4 വയസ്സുകാരിയുടെ കൈപ്പത്തിക്കാണ് സർജറി ചെയ്യേണ്ടത്. ഈ സർജറി കഴിഞ്ഞ് അടുത്ത ചെയ്യേണ്ട കുട്ടിയുടെ നാവിനായിരുന്നു സർജറി ചെയ്യേണ്ടത്. അങ്ങനെ തെറ്റിദ്ധരിച്ചാണ് ഇത്തരത്തിൽ അബദ്ധം പറ്റിയതെന്ന് ഡോക്ടർ പറഞ്ഞതായും കുടുംബം പറയുന്നുണ്ട്. ഇതിൽ ഡോക്ടറുടെ വിശദമായ മൊഴി ഈ ആശുപത്രി അധികൃതരും രേഖപ്പെടുത്തും. ആ സമയത്തായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരിക. എന്താണെങ്കിലും തെറ്റ് സമ്മതിച്ചു, അതാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. കുടുംബം ഈ കാര്യം സൂചിപ്പിച്ച സമയം തന്നെ തന്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായി. അപ്പോഴും ഈ ഡോക്ടർ എടുത്തു പറയുന്ന മറ്റൊരു വിചിത്രവാദം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ നാവിനും രാഹുൽ, ഒരു നിമിഷം രാഹുൽ, ഏതായാലും വീഴ്ച ഡോക്ടർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ, അവിടെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്. പ്രവർത്തകർ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ടായത്. 6ാം വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കുന്നതിന് പകരം കുട്ടിയുടെ നാവിലാണ് ശസ്ത്രക്രിയ ചെയ്തത്. കുടുംബം ഈ വിഷയത്തിൽ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുകയാണ്. ഡോക്ടർ ഇക്കാര്യത്തിൽ തനിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത് ഗുരുതര വീഴ്ചയാണല്ലോ, എന്ത് നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. നേരത്തെ ഹർഷീനയുടെ കാര്യത്തിൽ ഇതേ മെഡിക്കൽ കോളേജിൽ വെച്ചുണ്ടായ ചികിത്സാ പിഴവ് ഏവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് ഹർഷീന നടത്തുന്ന സമരമുണ്ട്, പോരാട്ടമുണ്ട്. ഇപ്പോഴും ആ പോരാട്ടം ഹർഷീന തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് വീണ്ടും ഗുരുതരമായൊരു ചികിത്സാ പിഴവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ്. സമീർ സി മുഹമ്മദ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന അനാസ്ഥക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അതിന്റെ ഒരു തുടർച്ചയായിക്കൊണ്ടാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം, കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായിട്ടുള്ള 4 വയസ്സുകാരിക്ക് നേരെ ഉണ്ടായിട്ടുള്ള മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് സമീർ സി മുഹമ്മദാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുന്നു. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ യൂത്ത് ലീഗിന്റെ കൂടി പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നുണ്ട് ഈ സംഭവം. ആരോഗ്യമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരു നടപടി ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാമോ? ഉന്മേഷ്, അല്പം മുമ്പാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം ആരംഭിച്ചത്. അതായത് ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണം, ഈ പ്രശ്നത്തിന് കാരണക്കാരായ ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം തുടരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം ഉണ്ടായിരുന്നു. 1 മണിക്കൂർ നേരമാണ് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉപരോധം നടത്തിയത്. ഒടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വരും ദിവസങ്ങളിലും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ നിലവിലെ തീരുമാനം. അതോടൊപ്പം ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഭവം മാധ്യമങ്ങളിൽ ചർച്ചയായതിന് പിന്നാലെ ആരോഗ്യമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരോടാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഇത് പ്രാഥമികമായ അന്വേഷണം നടത്തിയ ശേഷം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിന് കൈമാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഡോക്ടർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളത് അറിയേണ്ടത്. പോലീസിനും ഇന്ന് പരാതി നൽകും. അങ്ങനെ വരികയാണെങ്കിൽ
ആണെങ്കിൽ പോലീസ് എടുക്കുന്ന കേസിലും ഉടൻ തന്നെ ഈ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെ വരും ദിവസങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. അല്ലാത്ത പക്ഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യം കൂടി കുടുംബം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് മണിക്കൂറുകളായല്ലോ. ഈ മെഡിക്കൽ സൂപ്രണ്ട് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി എന്തെങ്കിലും വിവരങ്ങൾ കൈമാറുന്നുണ്ടോ? സ്വാഭാവികമായും ആഭ്യന്തര തലത്തിലൊരു വിവരശേഖരണം ഇതിനോടകം നടത്തി കഴിഞ്ഞിരിക്കുമല്ലോ. എന്ത് സംഭവിച്ചു, എങ്ങനെ പിഴവുണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ. തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അദ്ദേഹം ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ തലത്തിൽ അന്വേഷണം നടത്താനാണ് നിലവിൽ സൂപ്രണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ന് ഉച്ചയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് 24-നോട് സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയത്. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ തന്നെയാണ് ഡോക്ടറെ വിളിച്ചു വരുത്തി നേരിട്ട് വിവരങ്ങൾ തേടിയത്. അപ്പോഴും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടും ഉണ്ടായ പിഴവ് ഡോക്ടർ സമ്മതിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത്, സാധാരണ ജൂനിയർ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ പിഴവ് ഉണ്ടായി എന്ന് തന്നെ അംഗീകരിക്കാം. പക്ഷേ ഇത് സീനിയർ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സമീപനമാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ആൾക്കാർ എത്തുന്ന ഒരിടം കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പല പ്രമുഖമായ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് പല നടപടിക്രമങ്ങളും ഉണ്ടായ ഒരു ആശുപത്രി കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയാണെങ്കിലും നാളെ ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു രോഗിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ ഈ വിഷയങ്ങൾ മനസ്സിലുണ്ടാകും. ഒരു ഭയം ആർക്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. ഇതിൽ കർശനമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഓരോ രോഗികളും വ്യക്തമാക്കുന്നത്. അത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല, ഹർഷീനയുടെ വിഷയം ഇപ്പോഴും സജീവ ചർച്ചയായി നിൽക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ശസ്ത്രക്രിയക്കിടെ ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത്. ഇപ്പോഴും ഹർഷീനയ്ക്ക് അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. രാഹുൽ, ആരോഗ്യ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ശസ്ത്രക്രിയയ്ക്ക് തുടർ നിയമപോരാട്ടങ്ങൾക്കൊക്കെ ധനസമാഹരണം നടത്തേണ്ട അവസ്ഥ ഹർഷീനയ്ക്ക് ഉണ്ടായിരിക്കുന്നു. അതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോഴാണ് ഗുരുതരമായ ഈ ചികിത്സാ പിഴവ്. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്തും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് സംഭവിച്ചതിലേക്ക് തിരികെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. 6-ാം വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കുന്നതിന് പകരം നാവിൽ സർജറി ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയുടെ ബന്ധുക്കൾ വലിയ പ്രതിഷേധമുയർത്തുന്നുണ്ട്. ശ്രീമതി ഹർഷീന ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ഹർഷീന, നേരത്തെ ഇതേ മെഡിക്കൽ കോളേജിൽ വെച്ച് സമാനമായ രീതിയിൽ അനാസ്ഥ നേരിട്ട ആളാണ്. ഹർഷീന ഇപ്പോഴും വലിയ പോരാട്ടം അതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമതി ഹർഷീന, അവിടെ ഉണ്ടായ മറ്റൊരു സംഭവം ഇപ്പോൾ ഹർഷീന അറിഞ്ഞിരിക്കുമല്ലോ. എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഹർഷീന? ഇതിപ്പോ എന്താ പറയാ, നമ്മള് ഒരു മെഡിക്കൽ കോളേജിൽ അത്രയും സാധാരണക്കാർ അത്രയും വിശ്വസിച്ച് പോകുന്ന ഒരു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു സ്ഥലങ്ങളിൽ ഇത്രയും അശ്രദ്ധ വരുന്നത്, ശ്രദ്ധയില്ലായ്മയിലൂടെ ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പോലും അനുഭവിച്ച ഒരു കാര്യത്തിന് രണ്ട് വർഷത്തോളായി പോരാട്ടത്തിലാണ്. 7 വർഷത്തോളായി അനുഭവിച്ച് ഇനിയും അടുത്ത സർജറിക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. ഈ ഒരൊറ്റ അശ്രദ്ധ കൊണ്ട് അടുത്ത 21-ന് അടുത്ത സർജറിക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ ജീവിതം തന്നെ എന്താ പറയാ, വഴിമുട്ടി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ചെറിയൊരു നേരത്തെ ശ്രദ്ധയില്ലായ്മ. ഒരു മനുഷ്യൻ ഒരു സർജറി ടേബിളിന് മുന്നിൽ ഒരു ഡോക്ടേഴ്സ് അല്ലെ ഒരു ആരോഗ്യ പ്രവർത്തകരുടെ മുന്നിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ജീവനാണ്, നമ്മളെ ജീവിതമാണ്. അപ്പൊ അവിടെ അവർ കാണിക്കുന്ന ശ്രദ്ധയില്ലായ്മ ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ അല്ല ആ കുടുംബത്തിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കിയ ഒരാൾ എന്ന നിലക്ക് ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടരുന്നതിന്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് എന്റെ അനുഭവത്തിൽ മനസ്സിലായത് ഇതിനൊരു നടപടി ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ള ഇത്തരം വാർത്തകൾ വരുമ്പോൾ ആരോഗ്യവകുപ്പായാലും ആരോഗ്യമന്ത്രിയായാലും വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ചാടി വന്നിട്ട് ഉടൻ നടപടി ഉണ്ടാവും, ഇതിൽ ഉടൻ തീരുമാനം ഉണ്ടാവും, നീതി ഉറപ്പാക്കും എന്നൊക്കെ പറയാന്നല്ലാതെ ഇതിനൊരു തുടർ നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ അവർക്ക് പരാതി ഇല്ല, അവരോട് ഡോക്ടർ അല്ലെ സൂപ്രണ്ട് മാപ്പ് പറഞ്ഞതുകൊണ്ട് അവർ പരാതി ഇല്ലാതെ പോകുന്നു എന്നാ പറഞ്ഞത്. കാരണം ഇതിന്റെ ഒക്കെ പുറകിൽ പോയാൽ എത്രത്തോളം നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. നമ്മൾ തന്നെ ഒരു 104 ദിവസവും 110 ദിവസത്തോളം തെരുവിൽ ഞാൻ ഇത്രയും അനുഭവിച്ച് ഞാൻ തെരുവിൽ സമരം ഇരിക്കേണ്ടി വന്നു. ആ ഒരു സമരം ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ആളുകൾ, ഓരോ ചെറിയ പിഴവുകൾ പറ്റിയ ആളുകൾ പരാതിയായിട്ട് പോയിട്ട് അവരെന്നോട് പറഞ്ഞു ഇതൊന്നും പോയിട്ട് കാര്യമില്ല, കാരണം
വലിയ വലിയ ആളുകളോട് വലിയ വലിയ സംവിധാനത്തോട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കളിച്ചിട്ട് എവിടെ എത്തൂല. ഹർഷിന അത്തരം ഒരു സംവിധാനത്തോട് ഹർഷിന ഇപ്പോഴും പൊരുതി നിൽക്കുകയാണ്. അതിനെ നമ്മൾ ആ നിലയ്ക്ക് തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹർഷിന സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണക്കാർ ആശുപത്രിയിൽ എത്തുന്നത്, സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത് ആ നിലയ്ക്ക് അവിടെ നിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണല്ലോ. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കാണിക്കേണ്ട ജാഗ്രത പിന്നീടും അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണല്ലോ ഹർഷിന. തീർച്ചയായും അതിനൊരു തക്കതായ ഒരു നടപടി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ അശ്രദ്ധ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ഇതിനൊരു തക്കതായ നടപടി അല്ലെങ്കിൽ ഒരു ശിക്ഷ ഉണ്ട് എന്ന് അറിയുമ്പം കുറച്ചുകൂടെ ആളുകളായാലും ആരോഗ്യ പ്രവർത്തകരായാലും ഡോക്ടേഴ്സ് ആയാലും കുറച്ചുകൂടെ ഒരു ശ്രദ്ധ കൊടുക്കുന്നുള്ളതാണ്. ഇത് ഇനി എന്ത് സംഭവിച്ചാലും നമ്മൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ആരോട് ജീവനല്ലേ, ഏതെങ്കിലും ആളുകളുടെ ജീവൻ നമുക്ക് നമ്മൾ ജോലി ചെയ്ത് നമുക്ക് പറ്റിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ആരോഗ്യ പ്രവർത്തകരടക്കം വരുന്നത് എന്നുള്ള. എല്ലാ ഡോക്ടേഴ്സും എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഒന്നും ഒരിക്കലും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇത്രയും വലിയ അശ്രദ്ധ വരുന്നതിന്റെ ഒരു മെയിൻ കാരണമായിട്ട് നമ്മളെ അനുഭവത്തിൽ നിന്നാണല്ലോ പറയാൻ കഴിയുക. മനസ്സിലായ ഇതാണ്. നന്ദി ഹർഷീന. ഏതായാലും ഹർഷീനയുടെ നിലപാട് വ്യക്തമാണ്. ആ പോരാട്ടം തുടരുക. അതിനൊപ്പം കേരളീയ സമൂഹമുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഹർഷിനെയാണ് പ്രതികരിച്ച. രാഹുൽ സുരേഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ ആരോഗ്യമന്ത്രി അടിയന്തരമായ റിപ്പോർട്ട് തേടി എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ രാഹുൽ? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രാഥമികമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒടുവിൽ ഈ ഡോക്ടർക്കെതിരെ ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട് കുടുംബം. അത് ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് പിന്നാലെ പോലീസിനും ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർക്കെതിരെയും അതുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണം എന്നൊരു ആവശ്യം കുടുംബം പറയുന്നുണ്ട്. അതുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. എന്താണെങ്കിലും ആരോഗ്യമന്ത്രിയുടെ ഈ ഇടപെടലിനെ കുടുംബം സ്വാഗതം ചെയ്യുന്നുണ്ട്. ശരി രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു വാർത്ത കൂടിയുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉയരുന്നു. പനി ബാധിച്ചെത്തിയ 70-കാരിയുടെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കൾ മൃതദേഹവുമായി പ്രതിഷേധിച്ചു. വിഷയത്തിൽ ആശുപത്രി സൂപ്രണ്ട് മെഡിസിൻ വിഭാഗം മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് 24-നോട് പറഞ്ഞു. ഇതെന്റെ സ്റ്റേറ്റ്മെന്റാ, ഞാനിത് ഒച്ചത്തിൽ വിളിച്ചു പറയുക. ഇവിടെ ഈ വണ്ടാനം ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യന്റ് ഒന്നുകിൽ ഒച്ച ഉയർത്താൻ കെൽപ്പുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പിടിപാടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്യൂറോക്രസിയിൽ പിടിപാടുള്ളവരായിരിക്കണം. 25 ദിവസങ്ങൾക്ക് മുൻപാണ് പുന്നപ്ര സ്വദേശി ഉമൈബ പനി ബാധിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തുന്നത്. ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ വാർഡിൽ പ്രവേശിപ്പിച്ചപ്പോൾ മുതൽ മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന പരാതി ബന്ധുക്കൾക്കുണ്ടായിരുന്നു. പിന്നീട് രോഗം മൂർച്ഛിച്ച് ന്യൂമോണിയയായി. ഗുരുതരാവസ്ഥയിലായ രോഗിയെ ബന്ധുക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഒരു ദിവസത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഇന്നലെ രാത്രിയോടെ ഉമൈബ മരിച്ചു. പനിക്ക് ചികിത്സ തേടിയെത്തിയ ഉബൈമ ന്യൂമോണിയ ബാധിച്ച് മരിക്കാൻ കാരണം മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ മൃതദേഹവുമായി മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ഉമ്മയ്ക്ക് ഒരു ചെറിയൊരു പനിയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടായിരുന്നു വന്നത്. സോഡിയം ഡൗൺ ആയിരുന്നു. അതിൻ്റെതായ 3ാമത്തെ പ്രാവശ്യമാണ്. ആദ്യം വന്ന് പനിയായിട്ടാണ് വന്നത്. ഇവർ വന്ന സമയങ്ങളിലൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ചെക്കപ്പോ കാര്യങ്ങളോ ചെയ്തിരുന്നെങ്കിൽ ഇതെന്തായിരുന്നെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റിയാനെ. അപ്പോൾ ഇതുവരെയും രോഗം നിർണ്ണയിച്ചിട്ടില്ല ഇവർ. ഓക്കെ, 10-24 ദിവസത്തോളം ഞാൻ ഈ വണ്ടാനം ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഇവിടെ തെക്കും വടക്കും എന്നെ ഇട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇട്ട് ഓടിക്കുകയും ചെയ്തു. ആ മെഡിസിൻ ഈ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്നൊക്കെ എഴുതിയിട്ട് ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കി വിടുന്നതെന്ന് പറയുന്നത് ഞങ്ങളെ ഒഴിവാക്കി വിടുന്ന പോലെ എന്താകുമായിരുന്നു. ചികിത്സാ രേഖകളിൽ രേഖപ്പെടുത്തിയ അമ്പിളി എന്ന ഡോക്ടർ ഒരിക്കൽ പോലും ഉമൈബയെ പരിശോധിച്ചിട്ടില്ലെന്ന് ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അബ്ദുൽ സലാമിനെ അറിയിച്ചു. അന്വേഷണം നടത്താമെന്ന സൂപ്രണ്ടിന്റെ ഉറപ്പിന്മേലാണ് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം പുലർച്ചെയോടെ അവസാനിപ്പിച്ചത്. ആഴ്ചകൾക്ക് മുൻപ് അമ്പലപ്പുഴ കരൂർ സ്വദേശി പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധയിൽ മരിച്ചിരുന്നു. ഈ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഉബൈമയുടെ മരണം. 24 ആലപ്പുഴ. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. റോഡിലെ കുഴി ജീവനെടുത്തു.
പാലക്കാട് പറക്കുന്നത്ത് ജല അതോറിറ്റി പൈപ്പിടാൻ എടുത്ത കുഴിയിൽ വീണ് ഒരാൾ മരിച്ചു. വടക്കന്തറ സ്വദേശി സുധാകരനാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബൈക്ക് കുഴിയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. 3 മാസമായി കുഴി മൂടാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ചെയ്തില്ല എന്ന ആരോപണം ശക്തമാണ്. സംഭവസ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രദേശവാസികളടക്കം എന്താണ് പറയുന്നത്? നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു അപകട സാധ്യതയുള്ള കാര്യം അധികൃതരെ അറിയിച്ചിരുന്നതാണോ? അതിൽ നടപടി ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. നിഖിൽ. ഉന്മേഷ്, ജല അതോറിറ്റിയുടെ അനാസ്ഥയുടെ ഒരു ഇരയാക്കപ്പെട്ടിരിക്കുകയാണ് വടക്കുന്തറ സ്വദേശിയായിട്ടുള്ള സുധാകരൻ. അദ്ദേഹം ഇന്നലെ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ചെറിയ മഴയുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കുഴിയിൽ അകപ്പെടുന്നത്. ജല അതോറിറ്റി ഈ പൈപ്പിടുന്നതിന് വേണ്ടി മാസങ്ങൾക്ക് മുൻപ് എടുത്തൊരു കുഴിയാണിത്. ഈ കുഴി പക്ഷേ വേണ്ടുന്ന രീതിയിൽ മൂടിയില്ല. അതുകൊണ്ടുണ്ടായ ഒരു നഷ്ടം സുധാകരന്റെ കുടുംബത്തിനാണ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കാണ്. ഈ കുഴി മൂടാത്തതിനെ തുടർന്ന് ഇവിടെ കേവലം സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ഈ ചെറിയ ഈ മരക്കഷ്ണങ്ങൾ, ഒരു തെർമോക്കോളിന്റെ ഒരു ഇത് മാത്രമാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതേ തുടർന്നാണ് അവർക്ക് ജീവൻ നഷ്ടം. അദ്ദേഹം ഇതിൽ നിന്ന് ഈ കുഴിയിൽ അദ്ദേഹത്തിന്റെ സ്കൂട്ടർ വീഴുന്നു, അദ്ദേഹം തെറിച്ചു വീഴുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ആദ്യം പാലക്കാട് ജില്ലാശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയുമായിരുന്നു. ഈ സംഭവത്തിന്റെ ഒരു ദൃക്സാക്ഷിയാണ് ഇദ്ദേഹം. ഇവിടെ തൊട്ടടുത്തൊരു കട നടത്തുകയാണ്. നിങ്ങൾ എന്താണ് കണ്ടത്? ഇന്നലെ നമ്മളൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓടി വന്നു. പിന്നെ ഇവിടെ നിന്ന് ബൈക്കിൽ പോകുന്നവരൊക്കെ നിർത്തിയിട്ട് പുള്ളിക്കാരനെ പിടിച്ച് നിർത്താനൊക്കെ നോക്കുമ്പോൾ പുള്ളി എണീക്കണില്ല. വണ്ടിയൊക്കെ പുള്ളിൻ്റെ മേലിൽ നിന്ന് മാറ്റിയിട്ട് നോക്കിയപ്പോൾ ഈ കുഴിയിൽ നിന്ന് വീണ് മറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് പോയിട്ട് കമ്പും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ സാധനമൊക്കെ. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇത് സംഭവം നടന്നതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ മഴക്കാലമാണ് ഒന്നാമത്തത്. അപ്പോൾ ഈ കുഴി വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞാൽ അറിയില്ല പെട്ടെന്ന്. പിന്നെ വെളിച്ചക്കുറവുണ്ട്. അപ്പോൾ അത് ഇന്നലെ അങ്ങനെ സംഭവിച്ചതാണ്. ഈ പുള്ളിക്കാരൻ ഇന്നലെ മരണപ്പെടാൻ കാരണം. മരണപ്പെട്ടത് ഞാനിതപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരെ അവിടുത്തെ ഒന്നും നമുക്കറിയില്ല. ഇന്നലെ പിന്നെ ഓട്ടോറിക്ഷയിൽ ആരൊക്കെ വന്നിട്ടൊക്കെ കൊണ്ടുപോയതാണ്. അദ്ദേഹത്തിന് മരിച്ച സുധാകരന്റെ സഹപ്രവർത്തകരായിരുന്നു ഇദ്ദേഹം. ഇവരൊക്കെ ഈ വേദന കൊണ്ട് തങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള ആ സുഹൃത്തിനെ കുറിച്ച് ഓർത്ത് അദ്ദേഹത്തിന് അപകടം പറ്റിയ സ്ഥലത്തേക്ക് എത്തിയതാണ്. എപ്പോഴാണ് നിങ്ങൾ മരണപ്പെട്ട വിവരം അറിയുന്നത്? രാവിലെ ഭാര്യൻ്റെ അമ്മാമ്മ വിളിച്ചിട്ട് അറിയുന്നു. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല സംഭവം. ഇന്നലെ വർക്ക് ചെയ്താണല്ലോ, പെട്ടെന്ന് മരണപ്പെട്ടത് ആരും വിശ്വസിക്കില്ല. പിന്നെ ഭാര്യൻ്റെ അമ്മാമ്മമാർക്കെല്ലാം വിളിച്ചു ചോദിക്കുമ്പോഴാണ് സംഭവം വണ്ടി അപകടമാണ്. പക്ഷേ എന്താ സംഭവിച്ചതല്ല. പിന്നെ ഇവിടെ വന്നിട്ട് അന്വേഷിച്ച് പറഞ്ഞ ഒരു കുഴിയിൽ പെട്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ കുഴി മൂടണമെന്ന് കുറെ നാളുകളായിട്ട് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെയാ? വലിയൊരു അല്ല ചേട്ടാ, ഇവിടെ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഇത് കുഴി ഇവിടെ കുറേ ആയിട്ട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ ഒന്ന് മൂടിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾക്കൊക്കെ സൗകര്യമായിട്ട് പോകാമല്ലോ. അപ്പോൾ അത് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാതെ അങ്ങനെ ഇട്ടത് കൊണ്ട് ഇപ്പോൾ ഈ ഒരു അപകടം, ഒരു മരണത്തിലേക്ക് ഒരാളിനെ നയിച്ചു, അത്രേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഉന്മേഷ്, വലിയൊരു അനാസ്ഥ തന്നെയാണ്. ജലവിഭവ വകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു വലിയ അനാസ്ഥ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തിരിക്കുന്നു, അങ്ങനെ തന്നെ വേണം പറയാൻ. എന്തായാലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ആദ്യം ഇദ്ദേഹത്തെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം തൃശ്ശൂരിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ മൃതദേഹം മറ്റു നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വടക്കന്തറയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഉന്മേഷ്. ശരി നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നഗര മലയോര മേഖലകളിൽ ശക്തമായ മഴ. കനത്ത മഴയിൽ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായി. അരുവിക്കരയിൽ 1 മണിക്കൂറിൽ 50 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. അജീഷ് ജയകുമാറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ഇപ്പോഴും കനത്ത മഴയാണോ? മുതൽ തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലും ഒപ്പം തന്നെ നഗരമേഖലയിലും അതിശക്തമായ മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ആദ്യം മലയോര മേഖലയിലായിരുന്നു, അവിടെ അതിശക്തമായ മഴയുണ്ടായിരുന്നു, ഒപ്പം ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 1 മണിക്ക് ശേഷമാണ് തലസ്ഥാന നഗരമേഖലയിൽ കനത്ത മഴ പെയ്തത്. അവിടെ പല പ്രദേശത്തും വെള്ളക്കെട്ടും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ തമ്പാനൂര്, പേട്ട, അതേപോലെ തന്നെ കിഴക്കേക്കോട്ട ഭാഗങ്ങളിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടും റിപ്പോർട്ട് ചെയ്തു. അരുവിക്കര ഡാം പ്രദേശത്ത് ഏതാണ്ട് 50 മില്ലിമീറ്റർ മഴ പെയ്തു എന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ ഇപ്പോഴത്തെ കണക്ക് പുറത്തു വരുന്നത്. അടുത്ത മണിക്കൂറുകളിലും അടുത്ത ദിവസങ്ങളിലും ഒക്കെ അജീഷ ശബ്ദം ഒന്ന് ശരിയാക്കിയതിന് ശേഷം എത്താം. ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴയുണ്ട്, ഒപ്പം മലയോര മേഖലകളിലും കനത്ത മഴയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കണക്കുകൾ ഇങ്ങനെയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ 52 മില്ലിമീറ്റർ മഴ, പെരിങ്കടവിളയിൽ 59 മില്ലിമീറ്റർ, അരുവിക്കരയിൽ 54 മില്ലിമീറ്റർ, നെയ്യാറ്റിൻകരയിൽ 40 മില്ലിമീറ്റർ. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ കനത്ത മഴ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അടുത്ത 3 മണിക്കൂറിൽ കൂടി കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട്. അത് മാത്രമല്ല ശക്തമായ കാറ്റും, മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റും
കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ എന്ന് പറയുന്നത്, അതായത് പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്ക് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ യാത്ര ചെയ്ത തമ്പാനൂര്, കിഴക്കേ കൂട്ടാപ്പേട്ട ഭാഗങ്ങളിൽ തന്നെ ഈ വെള്ളക്കെട്ടിൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായിട്ടുള്ളത്. മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ കാറ്റുള്ളതിനാൽ തീരപ്രദേശത്തും വലിയ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. എന്തായാലും അടുത്ത 3 മണിക്കൂറിൽ കൂടി തലസ്ഥാന ജില്ലയിലെ മലയോര നഗരമേഖലകളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ നഗര മലയോര മേഖലകളിൽ അതിശക്തമായ മഴ. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനിയും ഇന്നത്തെ ചില രാഷ്ട്രീയ വാർത്തകളിലേക്ക്, തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്കാണ്. ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിച്ച് മോദി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. CAA ഉയർത്തി പ്രതിപക്ഷ സഖ്യത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി. മോദി ഗ്യാരണ്ടിയുടെ തെളിവാണ് CAA എന്ന് നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ റാലിയിൽ പറഞ്ഞു. CAA റദ്ദാക്കാൻ പ്രതിപക്ഷ സഖ്യത്തിന് ധൈര്യമുണ്ടോ എന്നും അദ്ദേഹത്തിന്റെ വെല്ലുവിളി. CAAയുടെ പേരിൽ ഇന്ത്യ സഖ്യം രാജ്യത്ത് കലാപമുണ്ടാക്കാൻ നോക്കിയെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. क्या इस देश में अब कोई माई का लाल पैदा हुआ है जो CAA को खत्म कर सके? कांग्रेस और इंडी गठबंधन वालों ने इनके साथ क्या किया? इन्होंने CAA के नाम पर ऐसा झूठ का पहाड़ खड़ा कर दिया, ऐसा झूठ चलाया. ബൽറാം നെടുങ്ങാടിയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ. ബൽറാം, ഓരോ ഘട്ടത്തിലും നമ്മൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രസ്താവനകൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രകടനപത്രികയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ. ഇപ്പോഴെന്താണ് പുതിയ വിഷയം ബൽറാം? ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രചാരണ ശൈലിയിൽ, വിഷയങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോൾ 4ാം ഘട്ടം പൂർത്തിയാകുന്നത് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പുതിയ ശൈലിയിലേക്ക്, പുതിയ വിഷയങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ CAAയുമായി ബന്ധപ്പെട്ട് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് 14 പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത വിഷയവും സജീവമായി പ്രചരണത്തിനായി ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ചും ഇനി നടക്കാനിരിക്കുന്ന 163 മണ്ഡലങ്ങളിലേക്കുള്ള 3 ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ അതിൽ 41 മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിലാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ നിർണായകമായ പ്രദേശമാണ് ഉത്തർപ്രദേശ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഉത്തർപ്രദേശിലെ അസംഗഡിൽ നടത്തിയ പ്രചാരണ റാലിയിലാണ് പ്രധാനമന്ത്രി CAA ഒരു പ്രധാന പ്രചരണ വിഷയമായി ഉയർത്തിയത്. മോദി ഗ്യാരണ്ടിയെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം മോദി ഗ്യാരണ്ടിയുടെ ഒരു ഉത്തമ ഉദാഹരണമായി CAA നിയമത്തെയും ഇന്നലെ അത് പ്രാവർത്തികമാക്കിയതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ സഖ്യം എന്നാൽ CAAയുടെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുകയും രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നും മോദി അധികാരത്തിൽ നിന്നൊഴിഞ്ഞാൽ CAA മാറ്റും എന്നാണ് അവകാശപ്പെടുന്നത് എന്നും മോദി പറഞ്ഞു. ഒപ്പം തന്നെ എന്നാൽ അത്തരത്തിൽ പ്രവർത്തിച്ചു കാണിക്കാൻ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. കൂടാതെ വരുന്ന മാസങ്ങളിൽ രാജ്യത്ത് പശ്ചിമ ബംഗാൾ മുതൽ പഞ്ചാബ് വരെ ആയിരക്കണക്കിന് പേർ കാലങ്ങളായി, വർഷങ്ങളായി ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് എന്നും അവർക്ക് കൂടി പൗരത്വം നൽകുമെന്ന പ്രഖ്യാപനവും പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ട്. മറ്റ് BJP നേതാക്കളും സമാനമായി ഈ വിഷയം പ്രചരണത്തിനായി വരും ദിവസങ്ങളിൽ, വരുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കുമെന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. ഉന്മേഷ്, ഭീതി വിതയ്ക്കുന്ന ജ്വരം. അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് കുട്ടി. വിദേശത്ത് നിന്ന് മരുന്ന് എത്തിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ഇപ്പോൾ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? ഈ വിദേശത്ത് നിന്ന് മരുന്ന് എത്തിക്കാനുള്ള ശ്രമം ഇവിടെ വരെയായി രാഹുൽ?
ഉന്മേഷ്, മൂന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇത് തന്നെയാണ്, ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കുട്ടിയുള്ളത്. അതിനിടെ ഇന്ന് രാവിലെ അല്പം പുരോഗതി കുട്ടിയുടെ ആരോഗ്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന 6 പേരുടെ വിദഗ്ധ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ആ 6 പേരുടെ അടങ്ങുന്ന വിദഗ്ധ സംഘമാണ് നിലവിൽ കുട്ടിയുടെ ചികിത്സാ നടപടിക്രമങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, മൂന്നിയൂർ പ്രദേശത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും പറയുന്നത്. ഇന്നലെ തന്നെ ഈ പ്രദേശത്ത് വേണ്ട രീതിയിലുള്ള ബോധവത്കരണം നൽകിയിരുന്നു. ഈ രോഗം പടർന്നു എന്ന് പറയുന്ന ഈ കുളിക്കടവിൽ ഉൾപ്പെടെ ഇറങ്ങുന്നതിന് നിരോധനമുണ്ട്. മാത്രമല്ല, ബോധവത്കരണ നടപടിക്രമങ്ങൾ ഇപ്പോഴും ആ പ്രദേശത്ത് പുരോഗമിക്കുകയാണ്. ഇപ്പോഴും പ്രതിസന്ധിയായി തുടരുന്നത് ഈ മരുന്ന് കേരളത്തിൽ എത്തിക്കാൻ കഴിയാത്തതാണ്. ജർമ്മനി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലാണ് ഈ മരുന്നുള്ളത്. അതിൽ 6 മരുന്നുകളാണ് ആകെ വേണ്ടത്. അതിൽ 5 മരുന്നുകൾ ഇന്ത്യയിൽ തന്നെ ലഭ്യമാണ്. അതിൽ 1 മരുന്നാണ് ജർമ്മനിയിൽ ഉൾപ്പെടെയുള്ളത്. അത് അവിടെ നിന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. അതുടൻ തന്നെ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പും ഉള്ളത്. ഉന്മേഷ്, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 10,000-ൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ ശരീരത്തിൽ കടന്ന് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കും. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും ജാഗ്രത അനിവാര്യമാണ്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? നേഗ്ലറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. 10,000-ൽ ഒരാൾക്ക് ബാധിക്കുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവെ കാണുന്നത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴിയാണ് അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുന്നത്. രോഗാണുബാധയുണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തുതിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവുന്നു. നട്ടെല്ലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത്. കുട്ടികളിലും കൗമാരക്കാരിലുമാണ് ഈ ബാക്ടീരിയ പ്രധാനമായും രോഗമുണ്ടാക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഇന്ത്യയിൽ ഫലപ്രദമായ മരുന്നുകളില്ല. നേഗ്ലറിയക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ഈ രോഗം ചികിത്സിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ മരുന്ന് കിട്ടാനുള്ള സാധ്യത ആരോഗ്യവകുപ്പ് തേടുന്നുണ്ട്. അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് വലിയ വെല്ലുവിളി. ആഗോളതലത്തിൽ തന്നെ ഈ രോഗബാധയേറ്റാലുള്ള മരണസാധ്യതാ ശതമാനം 100-നടുത്താണ്. അതിനാൽ രോഗം വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക മാത്രമാണ് പ്രധാന പ്രതിരോധ മാർഗം. കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക, മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക എന്നിവയിലൂടെ രോഗം വരാതെ നോക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. അവധിക്കാലമായതിനാൽ കുട്ടികൾ നീന്തൽക്കുളത്തിൽ ഇറങ്ങുന്നതും വെള്ളത്തിൽ കളിക്കുന്നതും വ്യാപകമാണ്. അതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽക്കുളങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. 24 തിരുവനന്തപുരം. ഇന്ന് സംഭവിച്ച മറ്റു ചില വാർത്തകളിലേക്ക്. ട്രെയിനിൽ TTEക്ക് നേരെയുള്ള ആക്രമണം തുടർക്കഥയാകുന്നു. ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിലും ചെന്നൈ മെയിലിലും TTEമാർക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന് പരാതി. 3 പേരെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. വടകര കഴിഞ്ഞപ്പോൾ ഒരു ആള് S4 കോച്ചിലുണ്ടായിരുന്നു. ആളുടെ ട്രാവലിംഗ് അതോറിറ്റി ചോദിച്ചൊരാൾ കാണിച്ചില്ല. അപ്പോൾ ആ ബർത്തിലെ ആള് വന്നിട്ട് എണീറ്റ് മാറുന്നില്ലായിരുന്നു. ലാസ്റ്റ് എണീറ്റ് മാറാൻ പറഞ്ഞ് കുറച്ച് ഇതായപ്പോഴത്തേനും ആളെ എന്നെ പിടിച്ച് തള്ളി. ഞാൻ പിന്നെ അപ്പൊ തന്നെ RPF അറ്റൻഷൻ കാലിക്കറ്റ് പറഞ്ഞു. ആളെ കാലിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നും ഒപ്പം S ശ്യാംകുമാരൻ ചേരുന്നുണ്ട്. ആദ്യം അഭിജിത്തിലേക്കാണ്. അഭിജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്,
ഓടുന്ന ട്രെയിനിൽ ടി.ടി.മാർക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോൾ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഇതിന് സമാനമായ വാർത്തകൾ കേട്ടിരുന്നു. നിലവിൽ ഈ വടകരയിൽ വെച്ച് വനിതാ ടി.ടിക്ക് നേരെയാണ് ചെന്നൈ മെയിലിൽ ആക്രമണം ഉണ്ടായത്. ഈ ട്രെയിൻ വടകരയിൽ എത്തിയപ്പോൾ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറിയ യാത്രക്കാരനോട് ടിക്കറ്റ് ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ അയാളുടെ കൈവശം ടിക്കറ്റ് ഇല്ലായിരുന്നു. ഈ ചോദ്യത്തിൽ പ്രകോപിതനായാണ് ഈ യാത്രക്കാരൻ ടി.ടിയെ തള്ളി നിലത്തിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ ഈ ടി.ടി RPF ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് എത്തിയപ്പോൾ RPF ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് അന്തമാൻ സ്വദേശിയായ മധുസൂദനൻ നായരാണ് ഇത്തരത്തിൽ ടി.ടിക്ക് നേരെ ആക്രമണം നടത്തിയത്. നിലവിൽ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി അഭിജിത്ത്, ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഈ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ എന്താണ് സംഭവിച്ചത്? ശ്യാംകുമാർ. പക്ഷേ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ ടി.ടിമാർക്കെതിരെ അതിക്രമം ഉണ്ടായെന്ന് ഇതുവരെ അവർ പരാതി നൽകിയിട്ടില്ല. ട്രെയിനിനുള്ളിൽ 2 യാത്രക്കാർ അവർ മതിയായ ടിക്കറ്റ് ഇല്ലാതെ സഞ്ചരിച്ചത് ടി.ടിമാർ ചോദ്യം ചെയ്തു. ഇതിൽ ഒരാളുടെ കൈവശം കഞ്ചാവ് ഉണ്ടായിരുന്നു. ഇതോടെ ടി.ടിമാർ തന്നെയാണ് റെയിൽവേ പോലീസിൽ വിവരം അറിയിക്കുകയും പിന്നീട് കേരള റെയിൽവേ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇതുവരെ ടി.ടിമാരെ ആക്രമിച്ചു എന്നുള്ളൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് റെയിൽവേ പോലീസ് അറിയിക്കുന്നത്. എസ് ശ്യാംകുമാർ, കൊച്ചിയിൽ നിന്ന്. ഉറ്റവരെ കാണാനാകാതെ നൊമ്പരമായി നമ്പി. മസ്കറ്റിൽ ചികിത്സയിലിരിക്കെ മരിച്ച തിരുവനന്തപുരം സ്വദേശി നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. നമ്പി രാജേഷിന്റെ മരണത്തിൽ എയർ ഇന്ത്യക്ക് വീഴ്ച പറ്റിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പോലീസും എയർ ഇന്ത്യ അധികൃതരും ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിൽ സമരം അവസാനിപ്പിച്ചു. സംസ്കാരം ശാന്തി കവാടത്തിൽ നടന്നു. വിവരങ്ങളുമായി AV ജയശങ്കർ ഇപ്പോൾ ചേരുന്നുണ്ട്. ജയശങ്കർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇന്ന് രാവിലെ രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ബന്ധുക്കൾ ഇഞ്ചിക്കല്ലെ എയർ ഇന്ത്യ ഓഫീസിലേക്കാണ് പോയത്. ഈ ഓഫീസിന് മുന്നിൽ ഇവർ മൃതദേഹം വെച്ചുകൊണ്ട് ഏറെ നേരം പ്രതിഷേധിച്ചു. 1 മണിക്കൂറിലധികമാണ് ഇവിടെ പ്രതിഷേധമുണ്ടായത്. ഈ ഒരു ഘട്ടത്തിൽ ഈ രഞ്ജിത്തിന്റെ ഭാര്യ അമൃതയുടെ പിതാവ് ഓഫീസിന് ഉള്ളിൽ കയറി ഒരു പ്രതിഷേധം ആരംഭിച്ചു. പിന്നാലെയാണ് എയർ ഇന്ത്യ അധികൃതർ 2 സ്ഥാപനങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇവിടെയല്ല എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നാലെ അദ്ദേഹം പ്രതിഷേധം കടുപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി. പിന്നാലെയാണ് പോലീസും എയർ ഇന്ത്യ അധികൃതരും ഈ രഞ്ജിത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട രാജേഷിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്നത്. ഈ സംസാരത്തിലാണ് ഈ ശവസംസ്കാരം കഴിഞ്ഞതിനു ശേഷം മറ്റു കാര്യങ്ങൾ സംസാരിക്കാം, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കാമെന്നും ഇഞ്ചിക്കല്ലെ എയർ ഇന്ത്യ അധികൃതർ ഉറപ്പ് നൽകിയത്. എയർ ഇന്ത്യയുടെ PR ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കുടുംബവുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഉച്ചയോട് തന്നെ ശവസംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ കുടുംബത്തിന്റെ തീരുമാനം. എന്തായാലും എയർ ഇന്ത്യ ഇതുവരെ കുടുംബത്തെ ചർച്ചയ്ക്കോ മറ്റോ വിളിച്ചിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടു. മന്ത്രി ശിവൻകുട്ടിയും സമാനമായ രീതിയിൽ സർക്കാർ പിന്തുണ ഉണ്ടാകുമെന്ന് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. മണിമലയാറ്റിൽ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടു. മണിമല മൂലേപ്ലാവ് കടവിൽ 3 മണിയോട് കൂടി അപകടമുണ്ടായി. കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. പത്തനംതിട്ട നിരണത്ത് വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. 11ാം വാർഡിൽ നടത്തിയ പരിശോധനയിൽ 1000-ഓളം താറാവുകൾക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? കൂടിയാണ് ഭോപ്പാലിലെ കേന്ദ്ര ലാബിൽ നിന്ന് ഈ പരിശോധനാ ഫലം വരുന്നത്. എന്തായാലും 11ാം വാർഡാണ് ആ പ്രദേശം. ആ മേഖലയിൽ 2 താറാവ് കർഷകരുടെ താറാവുകൾക്ക് 1000-ഓളം താറാവുകൾക്കാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഏതാ നമ്മൾ അവിടുത്തെ കള്ളിങ് കോർഡിനേറ്ററുമായൊക്കെ സംസാരിച്ചിരുന്നു. കള്ളിങ് അടക്കമുള്ള നടപടിക്രമങ്ങൾ മറ്റന്നാൾ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. നാളെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഏതാണ്ട് സമീപത്തെ 1 കിലോമീറ്റർ പ്രദേശത്ത് ചുറ്റളവിലുള്ള പക്ഷികളെ, വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാനാണ് തീരുമാനം. ഇപ്പോൾ എന്തായാലും നിലവിൽ 6ാം വാർഡിൽ സർക്കാർ ഡക്ക് ഫാമിൽ കള്ളിങ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. 11ാം വാർഡിലെ കള്ളിങ് നടപടിക്രമങ്ങൾക്കായി ഗ്രൗണ്ട് അടക്കമുള്ളത് ഇതിനകം തന്നെ സജ്ജീകരിച്ചു കഴിഞ്ഞു. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് നിരീക്ഷണത്തിൽ കഴിയുന്ന കുട്ടികളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. മൂന്നിയൂർ സ്വദേശികളായ 4 കുട്ടികളുടെ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ്, ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. മൂന്നൂർ സ്വദേശികളായിട്ടുള്ള 5 കുട്ടികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. മറ്റ് 4 കുട്ടികളുടെ കൂടി പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ആ 4 പരിശോധനാ ഫലങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് 4ഉം നെഗറ്റീവാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. തീർത്തും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണത്. മാത്രമല്ല, ഇനി പുറത്തേക്ക് ഇതിൻ്റെ മറ്റ് പരിശോധനകൾക്ക് വേണ്ടി അയക്കേണ്ടതില്ല. നിലവിൽ നടത്തിയിട്ടുള്ള എല്ലാ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കൂടി ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 5ാമത്തെ കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുകൊണ്ട് ചികിത്സയിൽ കഴിയുന്ന കുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു. ഇനി ഇപ്പോൾ കിട്ടിയത് വേണു ബാലകൃഷ്ണനും സോന ജെറിയുമെത്തും. നമസ്കാരം.